ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതിൽ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർക്കുന്നുണ്ട്, സാധാ പ്ലം കേക്കിന് ചേർക്കുന്നതിലെ എക്സ്ട്രാ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് കരിമ്പ് ജ്യൂസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഇത് 1/2 ലിറ്റർ ഉണ്ടാവും. നമ്മൾ കരിമ്പ് ജ്യൂസൊക്കെ ഉണ്ടാക്കണ അവിടെ നിന്ന് ഒരു കുപ്പിയിൽ വാങ്ങിക്കൊണ്ടുവന്നതാണിത്. അപ്പോൾ ഇത് ഒഴിച്ചിട്ട്, ഇത് ഞാനൊരു വെസ്റ്റേൺ ചാനലിൽ കണ്ടതാണ് ഈ ഒരു രീതിക്ക് ഒരു പ്ലം കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുത്താൽ കൊള്ളാമെന്ന് തോന്നിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇത് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക. ഇത് വറ്റിച്ചെടുത്ത ആ ഒരു പ്രോസസ്സ് കഴിയുമ്പോൾ അതിനെ നമ്മൾ പറയണത് മൊളാസസ് എന്നാണ്. ഈ മൊളാസസ് ആണ് ഈ പ്ലം കേക്കിന് ഏറ്റവും ടേസ്റ്റ് കൂട്ടുന്ന ഒരു സാധനം. നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അതാ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഫൈനലായിട്ട് ഇതാ ഇങ്ങനെയാണ് ഇത് കിട്ടിയിട്ടുള്ളത്. 1/2 ലിറ്റർ കുറുക്കിയെടുത്തപ്പോൾ ഇത്രയേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ നമുക്ക് പാൻ ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കാം. ബട്ടർ ബേസ്ഡ് കേക്കാണ്. അപ്പോൾ ബട്ടർ എടുത്ത ആ ഒരു പേപ്പർ ഉണ്ടാവുമല്ലോ, അത് വെച്ച് നമുക്ക് ഈ പാന് ഒന്ന് ഗ്രീസ് ചെയ്യാം. അതിനകത്ത് ഇങ്ങനെ ബട്ടർ ഉണ്ടാവും സ്വല്പം. അപ്പോൾ അത് വെച്ച് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കാം. ഈ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ വെറുതെ ഒന്ന് മൈദ ഡസ്റ്റ് ചെയ്തൊന്ന് തട്ടി കൊടുത്താലും മതി. ഇതിൽ തന്നെ ഉണ്ടാവും ഇത് ഗ്രീസ് ചെയ്യാനുള്ള ബട്ടർ. അപ്പോൾ ഇത് വെറുതെ കളയണ്ടല്ലോ. അപ്പം ഇങ്ങനെ ചെയ്തെടുക്കാം. തീരെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല നമ്മുടെ കേക്ക് ഈ ടിന്നിൽ. ഇനി ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തൊന്ന് ഇതിന് മാറ്റി വെക്കാം. നമുക്ക് ബൗൾ എടുത്ത് വെക്കാം. അതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മൈദ 4 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏകദേശം 2 കിലോയിലേറെ വരുന്നുണ്ട് ഈ ഒരു കേക്ക്. അപ്പോൾ 4 കപ്പ് മൈദയാണ് ഞാൻ ഈ അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതിനകത്തേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓൾ സ്പൈസസ് ആണ്. ഗ്രാമ്പൂ, പട്ട, ഏലക്ക, ജാതിക്ക എല്ലാം കൂടി ഒന്ന് പൊടിച്ച് ഒന്ന് ചൂടാക്കിയിട്ടൊന്ന് പൊടിച്ചെടുത്ത് വെച്ചാൽ നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അതും ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അതിനെല്ലാം കൂടെ പൊടിച്ചെടുത്ത മസാലയാണ്, അതാണ് ഇട്ട് കൊടുക്കുന്നത്. നിറച്ചിട്ട് കൊടുക്കുന്നുണ്ട് 1 ടീസ്പൂണ്. 1 ടീസ്പൂണല്ല, 1 ടേബിൾ സ്പൂണാണ്. പിന്നെ അത് ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ചത്. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ നാൾ കേടുകൂടാതെ ഇരിക്കും. പുറത്ത് വെച്ചാൽ അത് പൂപ്പൽ വരും. പിന്നെ ഇതിന് ഇനി ബേക്കിംഗ് പൗഡർ 4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ഫ്ലഫി ആക്കാത്തതുകൊണ്ടാണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നത്. എഗ്ഗ് നല്ല ഫ്ലഫി ആക്കുന്ന കേക്കിൽ ബേക്കിംഗ് പൗഡറിൻ്റെ ആവശ്യമില്ല. പക്ഷെ ഇത് നമ്മൾ അത്രയധികം ബീറ്റ് ചെയ്യണില്ലല്ലോ. ഒരു നുള്ള് ഉപ്പും പിന്നെ നന്നായിട്ടൊന്ന് അരിച്ച് മാറ്റി വെക്കാം. വിസ്ക് വെച്ചിട്ട് തന്നെ ഒരു 2-3 തവണ ഇളക്കി കൊടുത്താൽ മതി. അല്ലെങ്കിൽ 2-3 തവണ അരിപ്പയിൽ തന്നെ അരിച്ചെടുത്താലും മതി. ഇനി ഇതിനെ ഒരു സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാം. നമ്മൾ ബട്ടർ എടുത്തില്ലേ, ആ ബൗളിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പൊടിച്ച പഞ്ചസാരയാണ്. 1 കപ്പ് നിറച്ചുണ്ട്. 2 കിലോ പ്ലം കേക്കല്ലേ, അതിന് ഈ 1 കപ്പ് നിറച്ചും വേണം. അപ്പം അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ബീറ്റർ വെച്ചോ വിസ്ക് വെച്ചോ ഇതിനെ മിക്സ് ചെയ്തെടുക്കാം. ഇതാണ് മൊളാസസ്. ഇത് കാരമൽ, പഞ്ചസാര വറുത്ത് കാരമൽ ഉണ്ടാക്കി വെച്ചതാണ്. 3 എഗ്ഗ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ.
അപ്പോൾ ഈ സോക്ക് ചെയ്ത ഫ്രൂട്ട് ഇട്ട് കൊടുക്കുക. ഏകദേശം 2 കപ്പ് എടുക്കുന്നുണ്ട്. സോക്കിംഗ് വീഡിയോ മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തതാണ്. ആ ഒരു ഫ്രൂട്ട്സാണ് ഇത്. ഇതിനകത്ത് കുറച്ച് ജ്യൂസ് ഉണ്ട്. അത് നമുക്ക് പ്ലം കേക്ക് ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ബ്രഷ് ചെയ്ത് കുറച്ച് പഞ്ചസാര പൊടിച്ചത് ഇട്ട് ഒന്ന് ഡസ്റ്റ് ചെയ്തിട്ട് കഴിക്കാം. എടുത്തു വെച്ച മൈദയിൽ നിന്നും ഒരു 1/4 പോർഷന് ഈ ഡ്രൈ ഫ്രൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രൂട്ട്സൊക്കെ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ആയി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിനെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി ബീറ്റർ വെച്ച് നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബട്ടറും പഞ്ചസാര പൊടിച്ചതുമാണ്. അപ്പോൾ ബീറ്റർ ഇല്ലെങ്കിലും കുഴപ്പമില്ല. വിസ്ക് വെച്ചോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചോ ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി. ഈ പഞ്ചസാര ഇതിലൊന്ന് അലിഞ്ഞ് ഈ ബട്ടറിൻ്റെ ഒരു കളറൊന്ന് മാറി കിട്ടണം. അതുവരെ നമ്മളിതിനെ വിസ്ക് ചെയ്തുകൊണ്ടിരിക്കണം. ബീറ്റർ ആണെങ്കിൽ എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ കഴിയും. ഇതിലേക്ക് വാനില എസൻസ് 2 ടീസ്പൂണ്, 1 ടീസ്പൂണ് പ്ലം എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ എടുക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ളത് എടുക്കുക. ഫ്രിഡ്ജിൽ നിന്ന് നേരത്തെ പുറത്തെടുത്ത് വെച്ചാൽ മതി. എന്നിട്ടാണ് നമ്മൾ ബീറ്റ് ചെയ്യണത്. ഇതിലേക്ക് 3 എഗ്ഗാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്, 1 by 1 ആയിട്ട് ചേർത്ത് കൊടുക്കുക. ആദ്യം ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക, അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടുത്തത്, അങ്ങനെ 3 എണ്ണം ചേർത്ത് കൊടുക്കുക. ഇതിന് ബീറ്ററോ ഓവനോ ഒന്നും ആവശ്യമില്ല അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ. ഞാനത് എളുപ്പത്തിന് വേണ്ടി ചെയ്യാണ്. സ്റ്റൗ ടോപ്പിനകത്തും ഈ ഒരു കേക്ക് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. സാധാരണ ഒരു വിസ്ക് ഉണ്ടെങ്കിൽ ഇത് മിക്സ് ചെയ്തെടുക്കാൻ ഈസിയാണ്. ഈ സമയം നമുക്ക് 180 ഡിഗ്രിയിൽ ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിടണം. 180 ഡിഗ്രിയിൽ 1 മണിക്കൂറോളം ഇത് ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ഓവനനുസരിച്ച് ചൂടിനനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ വരും. ബട്ടർ കേക്ക് ആകുമ്പോൾ കൂടുതൽ സമയം എടുക്കും ബേക്കായി കിട്ടാൻ. നമുക്കിതിലേക്ക് മൊളാസസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്ന രീതി മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? കരിമ്പ് ജ്യൂസ് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക. ഇതിലേക്ക് കാരമൽ, പഞ്ചസാര വറുത്ത് കാരമൽ ചെയ്ത് അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് വറ്റിച്ചെടുക്കുന്നതാണത്. അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനൊക്കെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഡിഗ്രിയിൽ 180 ഡിഗ്രിയിൽ തന്നെയാണ് നമ്മളിതിനെ ബേക്ക് ചെയ്തെടുക്കുന്നതും. സ്റ്റൗ ടോപ്പിനാണെങ്കിൽ ചെറിയ ചൂടിൽ സിമ്മിലാക്കി വെച്ചിട്ട് 1 മണിക്കൂർ തന്നെ എടുക്കും ബേക്കിംഗ് ടൈം. അപ്പോൾ നമ്മൾ മാറ്റി വെച്ച മൈദ ഇതിലേക്ക് ഒരു 2-3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതും ബീറ്റർ വെച്ച് തന്നെയാണ് ചെയ്യണത്. ലോ സ്പീഡിലിട്ടാണ് ഞാനിത് ബീറ്റ് ചെയ്യണത്. സ്പൂണോ വിസ്കൊക്കെ ആണെങ്കിൽ പതുക്കെ അങ്ങനെ ചെയ്തെടുത്താൽ മതി. നമ്മൾ ഫ്ലോർ മിക്സ് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് കരിമ്പ് ജ്യൂസ് കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ വീഡിയോ ലേറ്റ് ആയതാണ്. നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. നല്ലൊരു ടേസ്റ്റാണ് ഈ കേക്കിന്. അപ്പോൾ നമ്മൾ ഡസ്റ്റ് ചെയ്ത് വെച്ച ഫ്രൂട്ട്സും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ബീറ്റ് ചെയ്യണം.
മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. ഈ ഒരു രീതിക്ക് ഇട്ട് കൊടുത്താൽ ഫ്രൂട്ട്സ് അവിടെ ഇവിടെ ഒന്നും ഉണ്ടാവില്ല, എല്ലാ ഭാഗത്തും ഒരേപോലെ ആയി കിട്ടും. ഇപ്പോൾ മിക്സിങ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ബാറ്റർ ടിന്നിലേക്ക് മാറ്റാം. സൈഡിലുള്ളതൊന്ന് വൈപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ബാറ്റർ ഇതാ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യണ പോലെയാണ് ഈ ബാറ്റർ ഉണ്ടാവുക, ലൂസായിട്ടല്ല ഉണ്ടാവുക. അപ്പോൾ ഇതേപോലെയാണ് ആക്കിയെടുക്കേണ്ടത്. നമ്മൾ സ്പാറ്റില വെച്ച് ടിന്നിൽ ഒഴിച്ചു കൊടുത്ത ബാറ്റർ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്ത് ടാപ്പ് ചെയ്യാം. ഓവന് ചൂടായി കിടക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ബാറ്റർ ഒന്ന് പ്ലേസ് ചെയ്യാം. ഒരു സ്ക്വയർ വെച്ചൊന്ന് നന്നായിട്ടൊന്ന് വരച്ചു കൊടുക്കാം. എയർ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടും. ഇതിൻ്റെ മുകളിൽ നമുക്ക് ഉണക്കമുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. സ്റ്റൗ ടോപ്പിലാണെങ്കിലും നമ്മുടെ പാനൊന്ന് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം മാത്രം ഈ കേക്ക് ടിൻ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്താൽ മതി. ഞാൻ ഓവനിലേക്ക് വെച്ചിട്ടുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഉള്ള അവസ്ഥയാണ് ഇത്. ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. സ്ക്വയർ വെച്ചൊന്ന് കുത്തി നോക്കിയാൽ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടാവും ബേക്കായിട്ടുണ്ടെങ്കിൽ. നമ്മുടെ കേക്ക് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. പിന്നെ ഇതിനെ തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നല്ല തണുത്ത ഉള്ളിലൊക്കെ നല്ല തണുത്താൽ മാത്രം അടച്ച് വെക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പ്ലം കേക്ക് പെട്ടെന്ന് പൂത്തു പോകും. അപ്പം നല്ല ചൂടാറിയതിന് ശേഷം ഒരു ക്ലിം റാപ്പ് വെച്ച് കവർ ചെയ്തിട്ട് ഒരു ടിന്നിലാക്കി അടച്ച് വെക്കാം. ഒരാഴ്ച ഒരു കുഴപ്പവും വരില്ല. നമ്മൾ ചൂടാറിയതിന് ശേഷം മാത്രമേ അങ്ങനെ കവർ ചെയ്ത് വെക്കാൻ പാടുള്ളൂ. നമ്മുടെ കേക്ക് കണ്ടോ വിണ്ട് വന്നിട്ടുണ്ട്. ഈ ബട്ടർ കേക്ക് ആകുമ്പോൾ ഇങ്ങനെ വിണ്ട് വരുന്നതാണ് അതിൻ്റെ പെർഫെക്ഷന്. അപ്പോൾ ഞാനിത് പിറ്റേ ദിവസമാണ് ഇത് തുറന്ന് നോക്കുന്നത്. ആറിയതിന് ശേഷം ഞാനിത് റാപ്പ് ചെയ്ത് വെച്ചതായിരുന്നു. ഇത് തുറക്കുമ്പോൾ തന്നെ ഇതിൻ്റെ മണം നല്ല മണമാണ്. നമ്മളെ മൊളാസസും പ്ലം എസൻസും ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ ഇതിന് നല്ലൊരു സ്മെല്ലാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ കേക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിനൊന്ന് കട്ട് ചെയ്ത് നോക്കാം.
നമ്മൾ ചേർത്ത ഡ്രൈ ഫ്രൂട്ടൊക്കെ നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തും ഒരുപോലെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ പൊട്ടൊക്കെ ഒന്ന് കഴിച്ചു നോക്കിയാൽ അറിയാം. അപാര ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പ്ലം കേക്ക്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ റെഡ് സ്പൂണിൽ വരുന്ന എല്ലാ വീഡിയോസും ഒന്ന് ചെക്ക് ചെയ്യണേ. അപ്പോൾ അതൊക്കെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.